രാഹുൽ മാങ്കൂട്ടത്തിനെ കള്ളക്കേസിൽ പെടുത്തിയതുപോലെ ഷാഫി പറമ്പിലിനെയും എങ്ങനെയെങ്കിലും പൂട്ടുക, അതാണ് സംഘികളുടെയും കമ്മികളുടെയും പ്രതിജ്ഞ, അജണ്ട. അവരെടുത്തേക്കുന്ന അജണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ പെടുത്തിയതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പെടുത്തിയിട്ട് അതുവഴി ഷാഫി പറമ്പിലേക്ക് എത്തുക, അതാണ് ഇവരെ അജണ്ട. ഈ രണ്ട് വ്യക്തികളെ, ഈ രണ്ട് രാഷ്ട്രീയ വളർന്നു വരുന്ന രാഷ്ട്രീയത്തിൽ നമ്മൾ ശോഭിക്കുക എന്നൊക്കെ പറയുമല്ലോ. കാരണം ആ ഒരു നമ്മളിപ്പം നമ്മുടെ നാട്ടിലൊക്കെ പറയുമല്ലോ, രാഷ്ട്രീയപരമായിട്ടൊക്കെ അവർ അടിപൊളിയോ സൂപ്പറാന്നൊക്കെ പറയുമല്ലോ. അവർ കയറി വന്നു കഴിഞ്ഞാൽ നാടിന് വികസനം ഉണ്ടാവും, നാടിനും നാട്ടുകാർക്കൊക്കെ നല്ലതാണെന്നൊക്കെ പറയുമല്ലോ. അതേപോലെ വളർന്നു വരുന്ന രണ്ട് രാഷ്ട്രീയ നേതാക്കളെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് ഇവിടെ സംഘികൾക്കും കമ്മികൾക്കും ഉള്ളത്. അപ്പോൾ ഇതുവരെ വെട്ടിക്കഴിഞ്ഞാൽ അവരെ കാര്യങ്ങൾ നടക്കും, അടുത്ത ഭരണം അവർക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ അവരുദ്ദേശിച്ച കാര്യങ്ങൾ നടക്കും, ജനങ്ങളെ പിന്തുണ കിട്ടും ഈ രണ്ട് വ്യക്തികളെ വെട്ടി വീഴ്ത്തി കഴിഞ്ഞാൽ എന്നുള്ളൊരു ധാരണയാണ് ഇവർക്കുള്ളത്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ജനങ്ങൾക്കറിയാം എന്താണ് സത്യം, എന്താണ് നല്ലതെന്നും എന്താണ് മോശമെന്നും ജനങ്ങൾക്കറിയാം. ഇവിടെ രാഹുൽ മാങ്കൂട്ടം വഴി ഷാഫി പറമ്പിലേക്ക് എത്തുക, അതാണ് ഈ ഞാൻ പറഞ്ഞ സംഘികളുടെയും കമ്മികളുടെയും പ്രതിജ്ഞ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുദ്ദേശിക്കുന്ന കാര്യം അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കള്ളക്കേസിൽ പെടുത്തിയല്ലോ. കാരണം പരസ്പര ഇഷ്ടത്തോടു കൂടി ഉഭയകക്ഷി പ്രകാരം അവർ പ്രണയിച്ചു, അതിനുശേഷം ഫ്ലാറ്റ് എടുക്കുന്നു, ഫ്ലാറ്റിൽ പോയി അവർ പരസ്പരം കണ്ടു, അതിനുശേഷം ബന്ധത്തിലേർപ്പെടുന്നു, ശാരീരിക ബന്ധത്തിലേർപ്പെടുന്നു, അതിനുശേഷം അവരങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി ഓരോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പിണങ്ങി പിരിയുന്നു. അതിനുശേഷം അത് ഒരു രാഹുൽ മാങ്കൂട്ടം മാത്രം തെറ്റുകാരെന്നുള്ള രീതിയിൽ വരുന്നു, അതിനെതിരെ ഒരു പരാതി വരുന്നു, കള്ളക്കേസുമായിട്ട് മുമ്പോട്ട് വരുന്നു. അപ്പം ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള നാറിയ കളികളാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ. ഇലക്ഷൻ സമയത്ത് മാത്രം പൊട്ടിമുളയ്ക്കുന്ന ഈ പീഡന കഥകളും പീഡന കേസുകളും അല്ലേ രാഷ്ട്രീയമായിട്ടുള്ള നെറികെട്ട കള്ളക്കഥകളാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ്. കാരണം ഇതിനു മുമ്പും ഉമ്മൻചാണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് സരിത, സ്വപ്ന, അങ്ങനെ എത്ര പേര് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും കോടതിയിൽ പോലും ജനങ്ങളുടെ അടുത്തല്ല, ഇത് കോടതിയിൽ പോലും ഇത് മുഖബലിക്ക് കോടതി എടുക്കത്തില്ല. അതുകൊണ്ടാണല്ലോ 2 കേസും ജാമ്യം കൊടുത്തത്. അപ്പം കാരണം കോടതി ഇത് എന്തെന്ന് പറഞ്ഞ് ഇത് കേസെടുക്കും? കാരണം ഒരാളെ പരസ്പരം സമ്മതത്തോടു കൂടി അവർ ഫ്ലാറ്റ് എടുക്കുന്നു, റൂം എടുക്കുന്നു, അതിനുശേഷം അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുന്നു, അതിനുശേഷം ഒരാൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത് കോടതി ഇതിലെന്ത് വിധി പ്രഖ്യാപിക്കാനാണ്? ശിക്ഷ കൊടുക്കുന്നെങ്കിൽ 2 പേർക്കും ഒരുപോലെ കൊടുക്കണ്ടേ? ഓക്കെ, അത് പോട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിലിനെതിരെ പ്രശാന്ത് ശിവൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെല്ലാവരും കണ്ടതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടവും ആ യുവതിയും, ഈ പരാതി കൊടുത്ത യുവതിയും താമസിച്ചെന്ന് പറയുന്നത്, അല്ലെങ്കിൽ റൂം എടുത്തെന്ന് പറയുന്നത് ആ ഒരു ഫ്ലാറ്റ് ഷാഫിയുടെ ഫ്ലാറ്റാന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ ഈ പ്രശാന്ത് ശിവൻ അടിച്ചിറക്കി വിട്ടേക്കുന്നത്. അപ്പം നോക്കിക്കോണം, സംഘികളും കമ്മികളും കൂടെ ചേർന്നുള്ള പരിപാടിയിൽ പൂട്ടാൻ മെയിനായിട്ട് ഇവർക്ക് പൂട്ടേണ്ടത് ഷാഫി പറമ്പിലിനെയാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടിക്കഴിഞ്ഞാലേ ഷാഫി പറമ്പിലിനെ പൂട്ടാൻ സാധിക്കുമെന്ന് നല്ലോണം അറിയാവുന്നത് കൊണ്ടാണ് ആദ്യം തന്നെ ഒരു കള്ളക്കേസ് എടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ എതിരെ തുടുത്തു വിടുന്നു. അതിനുശേഷം ഇതിന് പിന്നിൽ രാഹുൽ മാത്രമല്ല, ഇതിന് പിന്നിൽ വേറെ ചില ആളുകൾ കൂടെ ഉണ്ട്, മറ്റൊരാൾ കൂടെ ഉണ്ടെന്ന് വരുത്തി തീർക്കുന്നു. അതിനുശേഷം ഷാഫി പറമ്പിലോട്ട് ആ അന്വേഷണം പോകുന്നു. അപ്പോൾ അന്വേഷണം പോയി കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ അവിടെ നിന്നും ഇവിടുന്ന് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പ്രതിഷേധങ്ങൾ ഉണ്ടാക്കും മനഃപൂർവ്വം. അപ്പോൾ ആരോപണ വിധേയനായ ഒരാളെ എന്തിന് നിങ്ങൾ പാർട്ടി കെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാം പ്രതിഷേധം ഉണ്ടാക്കും. കാരണം പിന്നെ കോൺഗ്രസിൻ്റെ കാര്യം പറയണ്ടല്ലോ. ഇതുപോലെ എന്തെങ്കിലും ആരോപണം വരുന്ന സമയത്ത് തന്നെ കോൺഗ്രസ് അത് ഉള്ളതാണോ കൊള്ളവാണോ എന്ന് ചിന്തിക്കാതെ ഉടനടി നടപടിയെടുക്കുന്ന കാര്യങ്ങളാണ് കോൺഗ്രസിൽ നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലായാൽ തന്നെ. അപ്പം എന്തുകൊണ്ടും മറ്റുള്ള പാർട്ടിയെക്കാളും കുറച്ച് ബെറ്ററായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതേപോലെയുള്ള ആരോപണങ്ങളും പെണ്ണ് കേസുകളും വന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള CPM നിന്ന് എത്ര നേതാക്കന്മാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, MLA സ്ഥാനം രാജിവെപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോഴും മന്ത്രിസഭയിൽ കസേരയിലും കയറിയിരിക്കുന്നുണ്ടല്ലോ, ഇപ്പോഴും അവർ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനേക്കാളും എത്ര ബെറ്ററാണ് കോൺഗ്രസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം
ഇതുപോലൊരു ആരോപണം വരുന്ന സമയത്ത് തന്നെ അവരെ എടുത്ത് കളയാൻ കാണിക്കുന്ന ഒരു മനസ്സ്, ആ പാർട്ടിയിൽ നിന്ന് എടുത്ത് കളയാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അത് മറ്റുള്ളവരെക്കാളും എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. പക്ഷേ അത് സത്യമാണോ കള്ളമാണോ എന്നൊന്ന് അന്വേഷിച്ചിട്ട് വേണം അങ്ങനെ ചെയ്യാൻ കൂടെ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ അങ്ങനെ ഒരു ആരോപണം വന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. പിന്നെ MLA സ്ഥാനത്തിൻ്റെ കാര്യം, ഇപ്പോൾ ഇവർക്ക് MLA സ്ഥാനം കൂടെ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം. അത് ജനങ്ങൾ കൊടുത്തൊരു സ്ഥാനമാണ്. അത് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം അതിൽ നിന്ന് രാജിവെക്കും, അല്ലാതെ പാർട്ടിക്ക് അതിനകത്തൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറഞ്ഞതുപോലെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി, MLA സ്ഥാനത്തു നിന്നും പുറത്താക്കി രാഹുൽ മാങ്കൂട്ടത്തിന് ഒതുക്കി കഴിഞ്ഞാൽ ഷാഫി പറമ്പിലേക്ക് എത്താം. അതിനുശേഷം രണ്ടുപേരെയും ഒതുക്കിയിട്ട് സംഖ്യകൾക്കും കമ്മികൾക്കും ഞെളിഞ്ഞു വാഴാമെന്നാണ് വിചാരിക്കുന്നത്. അതൊന്നും ജനങ്ങൾ സമ്മതിക്കത്തില്ലെന്നുള്ളൊരു വേറൊരു സത്യം. അപ്പോൾ എന്തായാലും പ്രശാന്ത് ശിവൻ പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതൊന്ന് ഞാൻ ഇവിടെ നിന്ന് വെക്കാം, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കാരണം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഉണ്ട് ഷാഫി പറമ്പിലാണ് അടുത്ത ലക്ഷ്യമെന്ന്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം പാലക്കാട് ഇപ്പോഴും നിന്ന് കഴിഞ്ഞാൽ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ ഒരേ ഒരു കഴിവുള്ള ഒരേ ഒരു വ്യക്തിയാണ് ഷാഫി പറമ്പിൽ. അതുപോലെ പാലക്കാടല്ല, കേരളത്തിൻ്റെ ഏത് അറ്റത്ത് കൊണ്ടിട്ടാലും എവിടെ കൊണ്ടിട്ടാലും ഷാഫി പറമ്പിലിനായിക്കോട്ടെ രാഹുൽ മാങ്കൂട്ടത്തിനായിക്കോട്ടെ ജനങ്ങൾ അത്രയേറെ സപ്പോർട്ട് കൊടുക്കും. അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും ഇതൊന്നും, ഈ ഭീഷണിയും അതുപോലെ ഇതൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയോ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിൻ്റെ അടുത്ത് ഒന്നുമല്ല എന്നുകൂടെ മനസ്സിലാക്കുന്ന നല്ലതായിരിക്കും. പ്രശാന്ത് ശിവനെ പോലെയുള്ള ആളുകളും ഇതുപോലെ ഷാഫി പറമ്പിലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും തകർക്കാൻ നടക്കുന്ന ആളുകളൊന്നും മനസ്സിലാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. എന്തായാലും ഒന്ന് കണ്ടു നോക്കും പ്രശാന്ത് ശിവൻ പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് FIR-മായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് കൃത്യമായ ഒരു പരാമർശം വന്നിട്ടുണ്ട്. വടകരയിലെ ഫ്ലാറ്റിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇത്തരത്തിൽ വടകരയിൽ ആർക്കാണ് ഫ്ലാറ്റ് ഉള്ളത്, വടകരയിൽ ആരുടെ ഫ്ലാറ്റിലേക്കാണ് രാഹുൽ ക്ഷണിച്ചിരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കേസിൻ്റെ. ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തുകയാണെങ്കിൽ അതിജീവിതമാരെ സ്വാധീനിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു, അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. രാഹുല് വടകരയിലോട്ട് ക്ഷണിക്കണമെങ്കിൽ രാഹുലിന് വടകരയിൽ ഫ്ലാറ്റ് ഉണ്ടോ? അദ്ദേഹം നൽകിയ സത്യവാങ്മൂലത്തിൽ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് സത്യവാങ്മൂലം നൽകിയതിൽ വടകരയിൽ രാഹുലിന് ഫ്ലാറ്റ് ഉണ്ടോ എന്ന് അന്വേഷിക്കണം. ഇല്ലെങ്കിൽ ആരുടെ ഫ്ലാറ്റിലേക്കാണ് രാഹുൽ ഇവരെ ക്ഷണിച്ചത്, വടകരയിൽ ആരാണ് രാഹുലിനെ സംരക്ഷിക്കാനായിട്ടുള്ളത്? കേട്ടല്ലോ പ്രശാന്ത് ശിവൻ പറഞ്ഞത്. ഇവിടെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലും പറയാത്ത കാര്യങ്ങളാണ് ഇവിടെ പ്രശാന്ത് ശിവൻ പറഞ്ഞേക്കുന്നത്. കാരണം ഇത് രാഹുൽ മാങ്കൂട്ടം വഴി ഷാഫി പറമ്പിലേക്ക് ഒരു ഉന്നം വെച്ചാണ്. കാരണം ഇങ്ങനൊരു സംഭവം എടുത്തിട്ട് കഴിഞ്ഞാൽ അത് മീഡിയക്കാർ പിന്നെ ചർച്ചയാക്കും എന്ന് നല്ല ബോധ്യത്തോടു കൂടിയാണ് പ്രശാന്ത് ശിവൻ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറയുന്നത്. ഇവിടെ ഷാഫി പറമ്പിലിൻ്റെ ഫ്ലാറ്റാണെന്നും അതുപോലെ അത് കഴിഞ്ഞിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും അന്വേഷണങ്ങൾ ആ ഒരു വഴിക്കും കൂടെ പോകുമല്ലോ, ഷാഫി പറമ്പിലേക്ക് എത്തുമല്ലോ. അത് പിന്നെ മീഡിയ ചർച്ചയാക്കും, വാർത്തകൾ ചർച്ചയാക്കും. അങ്ങനെ ഷാഫിയെയും കൂടെ ഇതിലേക്ക് കൊണ്ടുവരാനുള്ള പരിപാടിയാണ് ഇവിടെ പ്രശാന്ത് ശിവൻ നടത്തിയത്. പക്ഷേ ഇതൊന്നും ഷാഫി പറമ്പിലിൻ്റെ രോമത്തിലും ഷാഫി പറമ്പിലിനകത്ത് നിന്ന് ഏക്കാൻ പോകുന്നില്ലെന്ന് ഷാഫി പറമ്പിൽ തന്നെ ഇതിനുള്ളൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. അത് ഡയറക്റ്റ് തന്നെയാണ് കൊടുത്തിട്ട്. ഇവിടെ പ്രശാന്ത് ശിവൻ ഇൻഡയറക്റ്റാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡയറക്റ്റായിട്ടാണ് ഷാഫി പറമ്പിൽ ഒരു മറുപടി കൊടുത്തേക്കുന്നത്. നല്ല മറുപടി തന്നെയാണ്, വളരെ സൗമ്യമായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് അതിന് മറുപടി കൊടുത്തിട്ടുള്ളത്. എന്നാലും അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. താങ്ക് യു. ഏത് ഫ്ലാറ്റിന്റെ കാര്യത്തിൽ എനിക്ക് ഫ്ലാറ്റ് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു? അല്ല, ഞാൻ ചോദിക്കും, ഞാൻ എന്തിനാ അതിന് മറുപടി പറയുന്നു? ഞാൻ ആരുൾപ്പെടെ അല്ല, അത് ഞാൻ പറഞ്ഞു, ഞാൻ എന്തിനാ മറുപടി? എന്റെ പേര് അതിനകത്ത് ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റിലുണ്ടോ? പ്രശാന്ത് ശിവനുള്ള മറുപടി ഷാഫി പറമ്പിൽ നല്ല വെടിപ്പായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതുപോലെ തന്നെ കൊടുക്കണം. കാരണം അങ്ങനെ ഒരു കാര്യം ഇവിടെ ഷാഫി പറമ്പിലിൻ്റെ ഫ്ലാറ്റ് ആണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, എവിടെയും പറയാത്തൊരു കാര്യമാണ്. ഇവിടെ ഇൻഡയറക്റ്റായിട്ട് വന്നിരുന്നിട്ട് ഷാഫിയെ പൂട്ടാം, അല്ലെങ്കിൽ ഷാഫിയെ ഒന്ന് കൊള്ളിക്കാം, ഷാഫിയെ ഒന്ന് ഉന്നം വയ്ക്കാം എന്നുള്ള രീതിയിൽ ഇവിടെ പ്രശാന്ത് ശിവൻ പറഞ്ഞേക്കുന്നത്. എന്തായാലും അതിനുള്ള മറുപടി നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതങ്ങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇതുപോലുള്ള രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെ പോലുള്ള വളർന്നു വരുന്ന ചെറുപ്പക്കാരെ സമൂഹത്തിന് മുമ്പിൽ താറടിച്ച് കാണിച്ച് അവരെ ആ ഒരു രാഷ്ട്രീയ ഭാവി തകർക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഇതുപോലുള്ള രാഷ്ട്രീയ നെറികെട്ട കളികൾ
ഇലക്ഷൻ ആവുന്ന സമയത്ത് പെണ്ണ് കേസ് കൊണ്ടിടുക, തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് ഇവരൊന്ന് പാർട്ടിയിൽ നിന്നൊന്ന് മാറി നിൽക്കട്ടെ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്നൊന്ന് മാറി നിൽക്കട്ടെ. പിന്നെ ഒരുത്തനും ഒരു കേസുമായിട്ട് ഇവരെ പുറകെ പോകത്തില്ല. കാരണം ഇവർക്ക് അറിയാം, ഇന്ന ആൾ രാഷ്ട്രീയത്തിൽ നിന്നാൽ, ഇന്ന പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ പാർട്ടിയെ അത് ബാധിക്കും, ഞങ്ങളുടെ പാർട്ടിയെ അത് വളരാൻ സമ്മതിക്കത്തില്ല. ജനങ്ങളെല്ലാം നമ്മളെ പാർട്ടിയെ തീട്ടം വാരി എറിയുമെന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് ഇതുപോലെ ഉള്ള പെണ്ണ് കേസുകൾ കൊണ്ടിട്ടിട്ട് ആരാണോ ആ പാർട്ടിയിൽ ശോഭിച്ച് നിൽക്കുന്ന, ആർക്കാണോ ജനങ്ങളെ സപ്പോർട്ട്, അവരെ പെണ്ണ് കേസ് കൊണ്ടിട്ട് വെട്ടിക്കളയാന്നുള്ളൊരു രീതി വരെ ആക്കി വയ്ക്കുന്നത്. എന്തായാലും ഇതുപോലുള്ള സംഘികളെയും കമ്മികളെയും ഇതുപോലുള്ള നാറിക പരിപാടികൾ നോക്കിക്കോ, ജനങ്ങൾ ഒരു പരിധി വരെ പോകും. അത് കഴിഞ്ഞാൽ തീട്ടം വാരി എറിയും.